സോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കഴിഞ്ഞതിന് ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 4 മന്ത് കൊണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 8000 വാച്ചർ വന്നാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, നമ്മൾ എത്ര മാത്രം എഫേർട്ട് എടുക്കുന്നു അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടുകയെ ചെയ്യും. സോ ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ ഞാൻ 7 days ചാലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7 days ചലഞ്ച് ആകുമ്പോൾ ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഡേ 1 ഒരു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഈ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. കാരണം നിങ്ങൾക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ ഒരു വീഡിയോ. കാരണം നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് മാറ്റിയാൽ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാകാൻ പോകുന്നില്ല. സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾ ഫുൾ ഇരുന്ന് കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ലോങ് വീഡിയോ ആയിക്കോട്ടെ, ഒരു ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ, നമുക്ക് എടുക്കാനേ മടിയായിരിക്കും. പക്ഷെ നമ്മൾ ആ ഒരു മടി മാറ്റണം. നമ്മൾ ഡെയിലി റൊട്ടീൻ തന്നെ ചേഞ്ച് ചെയ്താൽ അത് കറക്റ്റ്ലി ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെ ആവുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അത് ഓരോരുത്തരുടെയും രീതി അനുസരിച്ചിരിക്കും. അപ്പം ഞാൻ പറയണമെന്ന് വെച്ചാൽ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ കാണും, ഓരോ രീതിയിലുള്ള കണ്ടന്റ് നമ്മുടെ മനസ്സിൽ കാണും. അപ്പം അതൊക്കെ നമ്മൾ നമ്മുടെ ലോങ് വീഡിയോയിൽ ആകർഷകമായിട്ട് അവതരിപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വ്യൂസ് കയറാൻ സാധിക്കും, കൂടെ വാച്ച് അവറും കിട്ടും. അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ കാര്യത്തിലോട്ട് തന്നെ കിടക്കാം. ആദ്യം ഒരു ലോങ് വീഡിയോ എടുക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ, നമ്മളിപ്പോൾ നേരത്തെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എത്രമാത്രം വ്യൂസ് ഉണ്ട്, 50 വ്യൂസോ 100 വ്യൂസോ അതിൽ കൂടുതൽ വ്യൂസുള്ള ഒരു ലോങ് വീഡിയോ എടുക്കുക നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ അതിൽ തന്നെ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് അനലിറ്റിക്സിൽ പോയിട്ട്, യൂട്യൂബ് സ്റ്റുഡിയോയിൽ അനലിറ്റിക്സിൽ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോയിൽ എത്ര ഇംപ്രഷൻസ് ഉണ്ട്, ക്ലിക്ക് ത്രൂ റേറ്റ് എത്രയുണ്ട്, ഓഡിയൻസ് റിട്ടൻഷൻ എത്രയുണ്ട്, അതൊക്കെ കറക്റ്റ്ലി നമ്മുടെ YT സ്റ്റുഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ അതനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകുക. ഈ ഒരു കണ്ടന്റ് നമ്മുടെ ഓഡിയൻസിന് വളരെയധികം ഇൻട്രസ്റ്റ് ആണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കണ്ടന്റ് വെച്ച് നമുക്ക് പല പല ലോങ് വീഡിയോസ് ചെയ്യാനും പറ്റും, വ്യൂസ് കയറാനും പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായി. ലോങ് വീഡിയോ ഇട്ടു, നാളെ ഒരു ലോങ് വീഡിയോ ഇടാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നിങ്ങൾ ഇന്നിട്ട് ലോങ് വീഡിയോ നിങ്ങൾ ഡെയിലി ചെക്ക് ചെയ്യുക, അതിന് എത്രമാത്രം വ്യൂസ് കയറുന്നുണ്ട്, അതിന് ഇംപ്രഷൻ ഉണ്ടോ, ഈ ഓഡിയൻസ് ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുന്നുണ്ടോ, പകുതി വരെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെയധികം നിങ്ങൾക്ക് തന്നെ യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും ഡെയിലി ഒരു ലോങ് വീഡിയോ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി അത് ചെക്ക് ചെയ്യണം, നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലോട്ട് കിടക്കാം. രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഡെയിലി ഷോർട്സ് ഇടുന്നവരായിരിക്കാം അല്ലേ. നമ്മൾ ഡെയിലി ഷോർട്സ് ഇടും, പക്ഷെ നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, വ്യൂസും കയറും, സബ്സ്ക്രൈബേഴ്സും കയറും, പക്ഷേ വാച്ച് അവർ കയറുന്നില്ല. ഇപ്പം ഞാൻ കണ്ടുവരുന്ന വെച്ചാൽ ഏകദേശമുള്ള ഇപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ മെയിനായിട്ട് ഷോർട്ട് വീഡിയോ ആണ് മെയിനായിട്ട് ഫോളോ ചെയ്ത് പോകുന്നത്. ആ ഒരു കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോ മാത്രം നോക്കാതെ ലോങ് വീഡിയോ കൂടെ നോക്കുക. ഷോർട്ട് വീഡിയോ ഇടുന്നത് നല്ലതാണ്, ഡെയിലി ഇടുന്നത് വളരെ യൂസ്ഫുൾ ആണ്. അതായത് നമുക്ക് വ്യൂസ് കയറാനും അതേപോലെ സബ്സ്ക്രൈബേഴ്സ് കയറാനൊക്കെ നമ്മുടെ ഷോർട്ട് വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ നല്ലതായിട്ടുള്ളത്. ബട്ട് ലോങ് വീഡിയോ എന്ന് പറയുമ്പോൾ അതിൽ വാച്ച് അവർ കയറും. നമ്മൾ ഡെയിലി ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് വെച്ച് നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചോ, നമുക്ക് ഡെയിലി ഇടുന്ന വെച്ചാൽ ചിലപ്പോൾ ഒരു 100-200 വ്യൂസ് കയറുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് 1-2 വാച്ച് അവർ കയറും. അപ്പോൾ നമ്മൾ ഡെയിലി ലോങ് വീഡിയോ ഇട്ടാലും വളരെയധികം നല്ലതാണ്. ഷോർട്ട് വീഡിയോ ഇടുന്നതിനെ കുറിച്ച് ലോങ് വീഡിയോ കൂടി ഇട്ടാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ഒരു മെയിനായിട്ട് നമ്മളൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത് നന്നായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമ്മളൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. അത് നമുക്ക് എന്തൊക്കെ ക്രിയേറ്റീവായിട്ട് എന്തൊക്കെ ആ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആലോചിച്ച് ഇരുത്തി നിങ്ങൾ ഒരു 2-3 ദിവസമൊക്കെ ഇരുന്ന് ഒരു 5-6 ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത് വളരെയധികം നല്ല. ഇനി അടുത്തത് മൂന്നാമത്തെ കാര്യമാണ്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു ടിപ്പായിട്ട് കണക്കാക്കിയാൽ മതി. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ, നമ്മളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എത്ര മിനിറ്റ് വേണം എന്ന് ആർക്കും അറിയത്തില്ല. കാരണം അങ്ങനെ ഒരു ഇതില്ല, ഒരു മിനിറ്റ് ഇല്ല, 1 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഒരു ലോങ് വീഡിയോ നമ്മൾ ചാനലിൽ ഇടണമെന്നുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റോ ഒരു 3 മിനിറ്റിൽ കൂടുതൽ ആണ് മെയിനായിട്ടും വേണ്ടത്. മാക്സിമം 10 മിനിറ്റ്, നമ്മൾ ബിഗിനേഴ്സിനൊക്കെ 10 മിനിറ്റ് വരെയൊക്കെ പോകുന്നത് വളരെ നല്ലതാണ്. അതിൽ കൂടുതൽ പോകുന്നത് ഇപ്പം ബിഗിനേഴ്സ് അല്ലാത്ത യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ആണ് മെയിനായിട്ടും 1 മണിക്കൂർ ആ ഒരു റേഞ്ചിൽ പോകുന്നത്. പക്ഷെ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ഒരു 10 മിനിറ്റ് അതിൽ താഴെയൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കൂടുതൽ ഇപ്പോൾ എനിക്ക് കണ്ടുവരുന്ന വെച്ചാൽ 3 മിനിറ്റ് ഒന്നും അത്ര ലോങ് വീഡിയോയിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. മാക്സിമം 4-5 മിനിറ്റ് കൊണ്ട് നമുക്ക് ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു നമ്മുടെ ലോങ് വീഡിയോയുടെ ലെങ്തും കൂടി നിങ്ങൾ നോക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ലോങ് വീഡിയോയിൽ വേണ്ടാത്ത കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയുമ്പോൾ തന്നെ കുറച്ച് സെക്കൻഡ്സും കാര്യങ്ങളൊക്കെ കട്ടായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റോ അതിൽ താഴെയോ നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് 3 മിനിറ്റിൽ കൂടുതലും ആയിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്സിൽ തന്നെ അത് ആഡായിട്ട് പോകും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ. ഇനി 4ാമത്തെ ടിപ്പ്, ഞാൻ ഇത്രയും നേരം
ഒരു കാര്യം, രണ്ടാമത്തെ കാര്യം എന്നൊക്കെയല്ലേ പറയും. നമുക്ക് ടിപ്പ് എന്ന് പറയാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് പറഞ്ഞത് രണ്ടാമത് പറഞ്ഞതൊക്കെ ടിപ്പുകൾ തന്നെയാണ്. എങ്കിലും ഇനി ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ടിപ്പ് എന്നേ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ പെട്ടെന്ന് വ്യൂസ് കയറും. കാരണം ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആ നാലാമത്തെ ടിപ്പ് എന്തെന്നല്ലേ, ഫസ്റ്റ് 30 സെക്കൻഡ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്തു, നമ്മളിപ്പം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ ആരും അത് കാണത്തില്ല. അവർക്ക് എനിക്ക് വേണ്ട, തമ്മിൽ കണ്ടിട്ട് ക്ലിക്ക് ചെയ്യാൻ വിചാരിച്ചാലും, പക്ഷേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊന്നും അങ്ങ് ഇൻട്രസ്റ്റ് ഇല്ല. ബിഗിനേഴ്സ് പ്രത്യേകം ലോങ് വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് കാണത്തില്ല. അപ്പോൾ നമ്മൾ അവർക്ക് ഒരു താല്പര്യം തോന്നണം, ഈ ഒരു വീഡിയോ കണ്ടാൽ നല്ലതായിരിക്കും, എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കണം അവർ. അപ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് 30 സെക്കൻഡ്സ് നിങ്ങളൊരു നല്ല ഹുക്ക് കൊടുക്കുക. പലർക്കും അറിയത്തില്ല ഹുക്ക് എന്തെന്ന് അറിയത്തില്ല. എനിക്ക് ആദ്യം ലോങ് വീഡിയോസ് ചെയ്തപ്പം എന്തെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ലോങ് വീഡിയോസിനൊക്കെ വ്യൂസ് കുറവായിരുന്നു. ഇപ്പോഴൊക്കെയാണ് ശ്രദ്ധിച്ച് തുടങ്ങിയത്. ഹുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് എടുത്തിട്ട് ആ ഒരു കണ്ടന്റിന്റെ ബേസിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യം ഈ ഫസ്റ്റ് 30 സെക്കൻഡ്സിൽ ഹുക്കായിട്ട് ആഡ് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോയ്ക്ക് ഉള്ളിൽ നിങ്ങൾക്ക് ഇപ്പം ഓഡിയൻസിന് ഇൻട്രസ്റ്റ് തോന്നിയ ഒരു പോർഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കട്ട് ചെയ്ത് നിങ്ങൾ ഫ്രണ്ട് ഹുക്കായിട്ട് ഫസ്റ്റ് കൊടുക്കുക, ആഡ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഇൻട്രോ എടുക്കുക. ആ ഒരു കണ്ടന്റിന്റെ ബേസ് ചെയ്തിട്ട് ഒരു പ്രത്യേക ഇൻട്രോ എടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഫസ്റ്റ് 30 സെക്കൻഡ്സ് ആയിരിക്കണം. അതിൽ ഭയങ്കരമായിട്ടും കൂടരുത് കേട്ടോ. 30 സെക്കൻഡ്സിൽ കുറവായാലും കുഴപ്പമില്ല, നമ്മുടെ ഓഡിയൻസിനെ ഇരുത്താൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം നമ്മൾ അതിനനുസരിച്ച് മാക്സിമം 30 സെക്കൻഡ്സിൽ കുറഞ്ഞാലും കുഴപ്പമില്ല. അത്യാവശ്യം അവർക്കൊന്ന് ആ ഒരു വീഡിയോ ഇൻട്രസ്റ്റ് ആയിരിക്കണം ആ ഒരു ഹുക്കിൽ. ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഒന്നുമല്ല, തംബ്നെയിൽ പ്ലസ് ടൈറ്റിൽ. നമ്മുടെ ഒരു ലോങ് വീഡിയോ ഇടുമ്പോൾ എന്തായാലും ഒരു തംബ്നെയിൽ വേണം, കൂടെ ഒരു ടൈറ്റിൽ നമുക്ക് എന്തായാലും കൊടുക്കണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തംബ്നെയിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ല എന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ ഒരു ഐഡിയ ഉണ്ട്, ഇങ്ങനെ തംബ്നെയിൽ ചെയ്താൽ എൻ്റെ വീഡിയോ പെട്ടെന്ന് ക്ലിക്ക് ആവും എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പം മെയിനായിട്ട് ഞാനൊരു ആപ്പ് പറഞ്ഞുതരാം. പ്ലേ സ്റ്റോറിൽ ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അതിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തംബ്നെയിലേ ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ല എന്ന് വെച്ചോ, എങ്കിൽ നിങ്ങൾ ChatGPT എടുക്കുക. നിങ്ങളുടെ ഒരു പിക്ക്, നിങ്ങളുടെ ആ ഒരു ലോങ് വീഡിയോ ഉണ്ടല്ലോ, ആ ലോങ് വീഡിയോയിൽ ഒരു മേജർ നിങ്ങൾക്ക് ഒരു തംബ്നെയിലിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പിക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുക്കുക. ആ ഒരു പിക്കും പിന്നെ ആ ഒരു കണ്ടന്റ് എന്താണ് ആ കണ്ടന്റും കൂടി നിങ്ങൾ ChatGPTക്ക് ഷെയർ ചെയ്താൽ മതി. ChatGPT നല്ലൊരു തംബ്നെയിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു തംബ്നെയിൽ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണം, കുറച്ച് ബ്യൂട്ടിഫുൾ ആക്കണം, അതിൻ്റെ പിക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ആക്കിയാലേ കുറച്ചും കൂടി ഇതാവുന്ന ChatGPT പറഞ്ഞാൽ മതി, എനിക്ക് തന്നിരിക്കും. ഓക്കെ, അത് നമ്മുടെ തംബ്നെയിലും ടൈറ്റിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ആയിരുന്നാലും ടൈറ്റിലായിരുന്നാലും നമ്മുടെ ChatGPT നമുക്ക് പറഞ്ഞു തരും. നിങ്ങൾ അതിലൊന്നും വേറെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നാണ് മെയിനായിട്ടും ഓഡിയൻസിന് ഈ ഒരു കാര്യം എനിക്ക് ആവശ്യമാണ്, ഇതെനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി അവർ ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ കൂടുതൽ ഹുക്കും കൂടെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ്. ഓക്കെ, നമ്മുടെ ആറാമത്തെ ടിപ്പാണ്. ആറാമത്തെ ടിപ്പ്, ഞാൻ പറയുന്ന എല്ലാ ടിപ്പുകളും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ആ ഒരു ടിപ്സുകളൊന്നും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം. എനിക്ക് തോന്നുന്നു ഇത് എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. മെയിനായിട്ട് ബിഗിനേഴ്സിന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ള ഇത് പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ലോങ് വീഡിയോ എടുത്തു, ഒന്നല്ല ഒരു 2-3 ലോങ് വീഡിയോ നമ്മൾ എടുത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു. നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, എൻഡ് സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഓഡിയൻസിന് വീണ്ടും ആ ഒരു വീഡിയോ കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്നും പറഞ്ഞ് അവർ ക്ലിക്ക് ചെയ്യും. പ്ലേലിസ്റ്റിലാണെന്നുണ്ടെങ്കിലും അവരെ മുമ്പിലെത്തുവാണെങ്കിൽ അവരത് ക്ലിക്ക് ചെയ്ത് കാണും. നിങ്ങൾക്ക് ലോങ് വീഡിയോ നിങ്ങളുടെ ചാനൽ അല്ലാതെ കിടക്കുകയും ചെയ്യും. പ്ലേലിസ്റ്റിൽ കയറി അതിലും നമുക്ക് എക്സ്ട്രാ വ്യൂസ് കയറും. അപ്പോൾ നിങ്ങൾ ഒരു 2-3 ലോങ് വീഡിയോ ഒക്കെ ആയാൽ ആ ഒരു ലോങ് വീഡിയോ ഇപ്പം നമ്മുടെ ഡെയിലി ലൈഫ് റൊട്ടീൻസ് അല്ലെങ്കിൽ നമ്മൾ 7 ഡേയ്സ് ചാലഞ്ച് 30 ഡേയ്സ് ചാലഞ്ച് ഒക്കെ ആയിട്ട് ഓരോ വീഡിയോസ് ചെയ്യുന്നതെന്ന് വെച്ചോ, അതൊക്കെ ഓരോ പ്ലേലിസ്റ്റ് ആക്കി ഓരോ ടൈറ്റിൽ കൊടുത്ത് ഓരോ പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ എൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മളുടെ ലോങ് വീഡിയോ അവസാനിക്കുമ്പോൾ ഒരു 2-3 ബോക്സ് വരും. ആ ബോക്സിൽ നമ്മളുടെ കഴിഞ്ഞ ലോങ് വീഡിയോ എത്ര മാത്രം നമ്മുടെ വ്യൂസ് കയറിയിട്ടുണ്ടോ, ഇപ്പോൾ 1K അടിച്ചിട്ടുള്ള ലോങ് വീഡിയോ ആണെങ്കിൽ അത് ആ ഒരു എൻഡ് സ്ക്രീനിൽ ആഡ് ആക്കാൻ വേണ്ടി പറ്റും. നമുക്ക് തന്നെ നമ്മുടെ YT സ്റ്റുഡിയോയിൽ നമ്മൾ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻഡ് സ്ക്രീനും ക്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമ്മുടെ ഏഴാമത്തെ ടിപ്പ് എന്ന് പറയുമ്പം അത് വളരെ വലിയ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 മന്ത് സ്ട്രാറ്റജി. അതായത് നമ്മൾ 4 മാസം കൊണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 7 ഡേയ്സ് ചാലഞ്ച് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അതായത് നമ്മളിപ്പം ഈ ഒരു ചലഞ്ച് കൊണ്ടുവന്ന് അതിന് നല്ല വ്യൂസ് കയറുന്നുണ്ട്.
വാച്ച് അവർ കൂടുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. അതായത് നമ്മൾ ഈ 4 മന്ത് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യും. അപ്പം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ കൂടെ ഈ ഒരു 7 ഡേയ്സ് ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങൾക്കും 4 മന്ത് കൊണ്ട് തന്നെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഞാൻ എൻ്റെ അടുത്ത ലോങ് വീഡിയോയിൽ വരുന്നത് നമ്മുടെ Day 2 ചാലഞ്ച് ആയിരിക്കും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ അടുത്ത വീഡിയോയിലും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്യാനും പറ്റും, നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എത്രമാത്രം വ്യൂസ് കയറുന്നുണ്ട് അല്ലെങ്കിൽ വാച്ച് അവേഴ്സ് കൂടുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും യൂട്യൂബ് ക്രിയേറ്റർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കും ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണേ. ബൈ.